നമസ്കാരം. ഗ്രാമീണ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ചാഴൂർ കൃഷിഭവൻ ഫാർമേഴ്സ് ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ചാഴൂർ ഓയിൽ ആൻഡ് ഫുഡ് എന്ന പേരിലുള്ള സംരംഭത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നടത്തി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. FIG പ്രസിഡന്റ് KR ധർമ്മപാലൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത പിന്നി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഷൺമുഖൻ, വാർഡംഗം മിനി സജീവൻ, ആലപ്പാട് സഹകരണ സംഘം പ്രസിഡന്റ് KV ഹരിലാൽ, ചാഴൂർ സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് മനോജ് K വിനോദ്, കൃഷി വകുപ്പ് അന്തിക്കാട് ADA മിനി ജോസഫ്, കൃഷി ഓഫീസർ അമൃത, FIG സെക്രട്ടറി ഹിമ സന്തോഷ്, മെമ്പർമാർ, കൃഷിക്കാർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. ഇതിലുള്ള ഒരു പ്രശ്നം നമ്മളൊരു തുടക്കം മാത്രം പോരാ, ഇത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ വിധത്തിലുള്ള നല്ല ഇടപെടൽ നടത്തേണ്ടതുണ്ട്. സംരംഭങ്ങൾ ആരംഭിക്കും, വളരെ വേഗത്തിൽ തന്നെ അത് അവസാനിപ്പിക്കുന്ന ഒരു പൊതുവായ സ്ഥിതി കണ്ടുവരുന്നുണ്ട്. അതിലെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ കേര സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് വെളിച്ചെണ്ണ ഈ അടുത്ത ഒരു കേന്ദ്രത്തിൽ നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിലുള്ള അതിൻ്റെ ഒരുപാട് കാർഷികോൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ കാർഷികോൽപ്പന്നങ്ങൾ ശരിയാവണം അതിൻ്റെ ഒരു ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിനുള്ള അതിൻ്റെ സംവിധാനങ്ങളുടെയും അല്ലെങ്കിൽ ആ സംരംഭങ്ങളുടെയും വലിയ കുറവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. തൃപ്രയാർ തേവർക്ക് ആറാട്ടുപുഴ പൂരച്ചടങ്ങുകളുടെ ഭാഗമായി രണ്ടാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ പടിഞ്ഞാറേ നടക്കൽ പൂരം നടന്നു. പാറമേക്കാവ് കാശിനാഥൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. കൊളക്കാടൻ ശിവപ്രസാദ്, ഗണപതി എന്നീ ആനകൾ ഇരുപുറവും അകമ്പടിയായി. കാവിൽ സുന്ദരമാരാർ പാഞ്ചാരിമേളത്തിന് പ്രാമാണിത്യം വഹിച്ചു. തുടർന്ന് ക്ഷേത്രകുളമായ പുത്തൻകുളത്തിൽ ആറാട്ടും നടന്നു. ക്ഷേത്രമേൽശാന്തി കാവനാട് രവി നമ്പൂതിരി ആറാട്ട് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ തേവരുടെ പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായി വൈകിട്ട് കാട്ടൂർ പൂരത്തിന് എഴുന്നള്ളും. വൈകുന്നേരത്തെ നിയമവെടി എടത്തുരുത്തിപ്പാടത്തായിരിക്കും മുഴക്കുക. UDF അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KB രാജു അധ്യക്ഷത വഹിച്ചു. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും സംസ്ഥാനത്ത് അഴിമതിയും അക്രമവും നടത്തുന്ന പിണറായി സർക്കാരിനെതിരെയുമുള്ള വിധിയെഴുത്തായിരിക്കും ഈ പൊതു തെരഞ്ഞെടുപ്പെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. സുനിൽ അന്തിക്കാട്, സുനിൽ ലാലൂർ, ഉസ്മാൻ എടയാടി, VK മോഹനൻ, E രമേശൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, ബിജേഷ് പന്നിപ്പുലത്ത്, യദു കൃഷ്ണൻ, ഗൗരി ബാബു മോഹൻദാസ്, റസിയ ഹബീബ് എന്നിവർ പ്രസംഗിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാം. അഭിമാനകരമായ വിജയം ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ശ്രീ K മുരളീധരനെ നമുക്ക് വിജയിപ്പിക്കാം. രാഷ്ട്രീയമായി നമുക്ക് ജയിക്കാൻ അനുകൂലമായ നിരവധി ഘടകങ്ങളുണ്ട്. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും
തൃശൂർ ജില്ലയിലെ രാഷ്ട്രീയവും നമുക്ക് അനുകൂലമാണ്. സേവ് SNGS ഫോറം എന്ന പേരിൽ SNGS കാരമുക്കിൽ മത്സരിക്കുന്ന 15 പേരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. SNDP പെരിങ്ങോട്ടുകര യൂണിയൻ പ്രസിഡന്റ് ഹണി കാണാറ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ മാധവൻ പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ബാബു പറത്താടിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. K പ്രകാശൻ സംസാരിച്ചു. PKS മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. KK അനിൽ അധ്യക്ഷത വഹിച്ചു. VV സജീന്ദ്രൻ, CK വിജയൻ, VN സുർജിത്, K വിശ്വംഭരൻ, VV പ്രഭാത്, കൃഷ്ണൻ തുപ്പത്ത്, സ്മിത അജയ്കുമാർ, TK ചന്ദ്രൻ, അഡ്വക്കേറ്റ് KK സിന്ധു, ബിന്ദു കുമാരൻ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി സമുദായത്തിൽ ജനിച്ചു വീണ പാവപ്പെട്ട ഈ ജനവിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അതാണ് പ്രശ്നം. ഏറ്റവും കൂടുതലായിട്ട് പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും ഈ രാജ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നവരാരാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇത് തന്നെയാണ് ആരോഗ്യ മേഖലയിൽ എടുത്ത് പരിശോധിച്ചാൽ 123 രാജ്യങ്ങളിൽ അവിടെയും ഇന്ത്യയുടെ സ്ഥാനം 111-ാമതാണ്. ആരോഗ്യ മേഖലക്കകത്ത് വലിയ തരത്തിൽ ആരോഗ്യ മേഖലകൾക്കകത്തെ സൂചികകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യം പരിശോധിച്ചാൽ ആരോഗ്യമില്ലാത്തവരുടെ കൂട്ടത്തിൽ ആളുകൾ പെടുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പെടുന്നു. ആലപ്പാട്ട് പൊരുമ്പുംകാട്ടിൽ ശ്രീ രുദ്രമാല ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വിഷ്ണുമായ കളവും തോറ്റംപാട്ടും നടത്തി. രാവിലെ അഷ്ടദ്രവ്യ സമേതം ഗണപതി ഹോമം, നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഉഷപൂജ, പഞ്ചവിംശതി കലശപൂജ, കലശാഭിഷേകം, മുത്തപ്പന്റെ കളം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് വിഷ്ണുമായക്ക് രൂപക്കളം എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് ദീപാരാധന, തായമ്പക, അത്താഴപൂജ, രാത്രി ദേവിയുടെ രൂപക്കളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി PD വേണു ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാജീവ്, സെക്രട്ടറി സജീവൻ, ഗജാൻജി, സ്മിത, രക്ഷാധികാരികളായ ബേബി, ലോഹിതാക്ഷൻ, മെമ്പർമാരായ ബാലചന്ദ്രൻ, ബാബു, ഷജിൽ, ദിലീപ്, ദീപക്, സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി ഗ്രാമ്യ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.